നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 80. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയം എങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതീവമൊന്നിനുമെങ്ങുമില്ല ഇതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും. ഈ ലോകം ഒരു കടങ്കഥ പോലെയാണ്. ഒരർത്ഥത്തിൽ ഇവിടെയുള്ളതെല്ലാം എന്നും ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. വേറൊരർത്ഥത്തിൽ ഇവിടെ കാണുന്നതൊന്നും ഒരിക്കലും ആ തരത്തിലായിരിക്കുന്നില്ലെന്നും പറയാം. നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശം എന്നും ഇങ്ങനെ തന്നെ നിലകൊള്ളുന്നു. കാലിനടിയിൽ ഭൂമിയും സപ്തസാഗരങ്ങളും ഹിമവാനും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എല്ലാം നാശമില്ലാതെ കാണപ്പെടുന്നു. എന്നാലും ആകാശം എപ്പോഴും ഒരേ മാതിരിയല്ല. കാറൊഴിഞ്ഞും കാറു നിറഞ്ഞുമെല്ലാം കാണുന്നുണ്ട്. ഭൂമിയിൽ ഋതുക്കൾ മാറി വരുന്നതനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ്. നമ്മുടെ കാര്യം തന്നെ എടുക്കാം. എന്തെല്ലാം ഇതിനിടയ്ക്ക് സംഭവിച്ചു, ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു. എന്നാലും അകമേ ഞാൻ എന്നുള്ള ബോധം ഒരു മാറ്റവുമില്ലാതെ കാണപ്പെടുന്നു. എന്നും ഒരേ ഒരു ഞാൻ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നു എന്ന് തോന്നുന്നതിനെ അടുത്തു ചെന്ന് പരിശോധിക്കുമ്പോൾ അത്ഭുതം തോന്നും. നമ്മുടെ കാലിനടിയിൽ ഉറപ്പുള്ളതായി തോന്നുന്ന ഈ ഭൂമി പമ്പരം പോലെ ഒരു അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നു. അച്ചുതണ്ടൊന്നും ഇല്ലാതെ തന്നെ കറങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം. സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഏതോ ഒരളവിൽ വിശ്വവിഹായസിൽ ഓടി നടക്കുന്നതായി പറയപ്പെടുന്നു. അവയെല്ലാം ആളിക്കത്തുന്ന വാതകങ്ങളുടെ തീമലകളാണത്രേ. അവയിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ഈ പ്രകാശത്തിൻ്റെ ഉണ്മ പരിശോധിച്ചാലും വിശേഷം തന്നെ. ശാസ്ത്രജ്ഞൻ പറയുന്നത് അത് ഫോട്ടോണുകളാണെന്നാണ്. ഫോട്ടോണുകൾക്ക് പിണ്ഡമില്ല എന്ന് പറഞ്ഞാൽ അവ അശരീരികളാണ്. ഊർജതന്ത്രജ്ഞന്മാർ വെളിച്ചത്തെ HV എന്ന് വിളിക്കാറുണ്ട്. HV എന്ന് പറഞ്ഞാൽ നിത്യ നൈരന്തര്യത എന്നർത്ഥം. അതുതന്നെയാണ് ഗുരു പറയുന്ന സ്ഥിതിഗതി. നാം വാസ്തവത്തിൽ വെളിച്ചത്തെ അല്ലാതെ ഒരു വസ്തുവിനെയും കാണുന്നില്ല. പല അനുപാതത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ വീഴുന്ന വെളിച്ചം 125 മില്യൺ ശക്തിവാഹിനികളായ നാഡിപുച്ഛങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിൻ്റെ കൂടുതൽ കുറവനുസരിച്ച് മസ്തിഷ്കത്തിലെ കോടാനുകോടി പരമരേണു സമാനമായ മോളിക്യൂളുകൾ നടത്തിപ്പോരുന്ന സംഘനൃത്തത്തെയാണ് വസ്തുക്കളുടെ പ്രതീതിയായി അറിഞ്ഞു പോരുന്നതെന്നാണ് ശാസ്ത്രമതം. സ്ഥിതിയും ഗതിയും പരസ്പരം ഭിന്നമായ 2 പ്രക്രിയകളാണെങ്കിലും അവ ഇവിടെ അന്യോന്യ ദ്യോതകങ്ങളായിരിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിലും ഏതാണ്ടിങ്ങനെ തന്നെ പറഞ്ഞു കാണുന്നു. അതു നിൽക്കുന്നു പോകുന്നു ഇതോടുമന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും. ആറ്റം ബോംബിൻ്റെ
നിർമ്മാതാവായി അറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൻഹൈമർ എഴുതിയ ശാസ്ത്രവും സാമാന്യജ്ഞാനവും എന്ന പുസ്തകത്തിൽ രസകരമായ ഒരു ഖണ്ഡികയുണ്ട്. കോട്ട്: ഒരു ഇലക്ട്രോൺ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നുവോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നാകുന്നു. എന്നാൽ അത് എങ്ങോട്ടെങ്കിലും പോകുന്നോ എന്ന് ചോദിച്ചാൽ അതിനും ഇല്ലെന്നു തന്നെ ഉത്തരം പറയണം. എന്നാൽ ഇലക്ട്രോൺ നിശ്ചലമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നു പറയണം. എങ്കിൽ അത് ചലിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനും ഇല്ലെന്നു തന്നെ സമാധാനം പറയണം. അൺകോട്ട്. ഇപ്രകാരമുള്ള പ്രഹേളികകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഗുരു ചോദിക്കുന്നു: സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയങ്ങൾ എങ്ങനെയാണ് ഒരേ സ്ഥലത്ത് ഒരേ അർത്ഥത്തിലുള്ളതായി പറയപ്പെടുന്നത്? അനുഭവം എന്ന പ്രതിഭാസത്തെ യുക്തിസഹമായി വിവരിക്കുന്നതിനായി നാം പല മാതിരി വാക്കുകൾ പറയുന്നു. വാങ്മയമായ പ്രതിഭയെ പിന്നീട് നാം വസ്തുത എന്ന പോലെ വ്യവഹരിക്കുന്നു. ഉണ്ടാകുന്നു, ഇരിക്കുന്നു, മറയുന്നു എന്നെല്ലാം പറയുന്നത് ആശയങ്ങൾ മാത്രമാണ്. ഒരേ ഭൂമിയെ തന്നെ നാം ധര എന്നും ക്ഷിതി എന്നും ഒപ്പം പറയാറുണ്ട്. ധര എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും ധരിക്കുന്നത്, നിലനിർത്തുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്നു. ക്ഷിതി എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും ക്ഷയിപ്പിക്കുന്നത്, തിരോഭവിപ്പിക്കുന്നത് എന്നെല്ലാം അർത്ഥം വരുന്നു. ഇവിടെയും സ്ഥിതിഗതി പോലെ അന്യോന്യ വിരോധമുള്ള ആശയങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള പ്രതിഭാസങ്ങൾക്കെല്ലാം ഇടം നൽകുന്നത് കേവലം വാക്കുകൾ മാത്രമാണ്. ഉണ്മയുടെ ലോകം എന്ന് തോന്നിപ്പിക്കുന്ന പ്രതിഭാസങ്ങളെയും പ്രതിഭാസങ്ങൾക്ക് ഇടം നൽകുന്ന ഉണ്മയെയും ഒരുപോലെ പ്രസക്തമാകുന്ന വാക്കിൻ്റെ ലോകത്താണ് നമ്മുടെ വ്യവഹാരങ്ങൾ എല്ലാം നടക്കുന്നതെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ആലാപമാത്രം അഖിലം എന്ന് മനസ്സിലാക്കി മനസ്സിനെ അടക്കിയിരിക്കുന്നവൻ വാക്കുകളുടെ ധ്വനി കൊണ്ട് ദുഃഖിക്കുവാൻ ഇടയാകുന്നില്ല.